മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തിലെ 1-2 ദിവസങ്ങൾ അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും അലസതയോ മറ്റെന്തെങ്കിലും തടസ്സമോ കാരണം പ്രവർത്തിക്കാനുള്ള മടി കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ അത് ശാരീരികമായ അവശതയാവാം, നീർദോഷത്തിൻ്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശാരീരികമായ അവശതയാണ് കൂടുതലായി വരാൻ സാധ്യത. അതുപോലെ കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രശ്നമോ കാരണം വീട്ടിൽ നിന്ന് ആദ്യത്തെ 1-2 ദിവസം മാറി നിൽക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ശാരീരികമായ ചില അവശത ഈ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാം. പ്രത്യേകിച്ച് ദഹനവുമായി ബന്ധപ്പെട്ടോ ഉദരവുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ഇവർക്ക് വളരെ നല്ല ഗുണമായിട്ട് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ മാക്സിമം അവർ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു, യാത്രാവിജയം കാണുന്നു. പൊതുവെ മറ്റുള്ളവരുമായി സഹവസിക്കുന്നതിലും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നതിനും ഭാഗ്യം അനുകൂലമായി വരുന്നതിനുമൊക്കെ ബുധനാഴ്ച തൊട്ടാണ് ഇവർക്ക് കൂടുതൽ ഗുണം കാണുന്നത്. അപ്പോൾ മിഥുനക്കൂറിന് ഈ ആഴ്ചയിൽ പകുതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 22, 23 ദിവസങ്ങൾ നല്ല ദിവസങ്ങളായി മാറുന്നു.